നമ്മൾ ആയിരക്കണക്കിന് ചിന്തകൾ ദിവസവും ചിന്തിക്കും. പക്ഷേ ചില വാചകങ്ങൾ മാത്രം വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് വരും. എന്തുകൊണ്ടായിരിക്കാം? കാരണം അവയ്ക്ക് വികാരത്തിൻ്റെ ഒരു ഭാരമുണ്ടായിരിക്കും. അത് വെറും ചിന്തകളായിരിക്കാൻ സാധ്യതയില്ല. അവ ഒരു അനുഭവത്തിൻ്റെ ഓർമ്മയായിരിക്കും, ഒരു മുറിവിൻ്റെ ഭാഷയായിരിക്കാം, അല്ലെങ്കിൽ അപൂർണമായ ഒരു കഥയുടെ ശബ്ദവുമായിരിക്കാം. അതുകൊണ്ടാണ് അവ വീണ്ടും വീണ്ടും മടങ്ങി വരുന്നത്. നമ്മൾ ജീവിതത്തിലുള്ള മനസ്സിൽ വീണ്ടും വീണ്ടും പറയുന്ന ചില വാചകങ്ങൾ എന്തൊക്കെയായിരിക്കും? എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എനിക്കൊരിക്കലും മതിയാവില്ല, ഞാൻ ഒറ്റപ്പെടും, ഞാൻ പരാജയപ്പെടും, എന്നെ ഉപേക്ഷിക്കും, ഞാൻ സുരക്ഷിതനല്ല, അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്നത് നിലനിൽക്കില്ല. ഇങ്ങനെ പല വാചകങ്ങളും നമ്മുടെ മനസ്സിലേക്ക് തുടർച്ചയായിട്ട് വരുന്നുണ്ടാവാം. ഇതിലേതെങ്കിലും വാചകം മനസ്സിലേക്ക് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വാക്കുകൾ വെറും ചിന്തകൾ മാത്രമല്ല, ഇത് വെറും ഒരു പരാതികൾ മാത്രമല്ല, ഇത് മനസ്സിൻ്റെ ആഴത്തിൽ നിന്ന് വരുന്ന ചില സന്ദേശങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഇത് നമ്മുടെ കുടുംബ ചരിത്രത്തിലേക്കുള്ള വാതിലുകളായിരിക്കാം. ഇനി ഈ സീരീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്നാണ് കോർ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ അടിസ്ഥാന വാചകം, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തെ കാണുന്ന ഒരു കണ്ണാടി. നമ്മളറിയാതെ നമ്മുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു രഹസ്യ വാചകമായിരിക്കാം ഇത്. ഇപ്പോൾ ഒരു വ്യക്തി പറയാം, എനിക്ക് ഒരിക്കലും മതിയാവില്ല, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എന്നെ ആരും സ്നേഹിക്കില്ല, അല്ലെങ്കിൽ എനിക്കെല്ലാം നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഞാൻ സുരക്ഷിതനല്ല. ഈ വാചകങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് സാധാരണയായിട്ട് തോന്നാമെങ്കിലും ഇത് പലപ്പോഴും ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളുടെ വേരുകളായിരിക്കാം.